അപ്പൊ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ് മെയ് 16-ാം തീയതി. നമ്മുടെ പ്രേക്ഷകരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് എല്ലാവരും പറയുന്ന പോലെ തന്നെ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പോലെ ഈ സിനിമ തൂക്കും എന്നൊക്കെ പറയാൻ നമ്മളാഗ്രഹിക്കുന്നത്. തൂക്കാൻ പറ്റിയാൽ തൂക്കുന്നതാണ്. പക്ഷേ ഈ സിനിമ തുടങ്ങിയാൽ അവസാനം വരെ കണ്ടിരിക്കും. ആ കഥാപാത്രം നിങ്ങളെ കൊണ്ടുപോകുന്നുള്ള ഉറപ്പാണ്. സിനിമയുടെ അടുത്ത് ഏതെങ്കിലുമൊക്കെ എലമെൻറ്റുകൾ ആ സിനിമ എല്ലാവരെയും പ്രേക്ഷകരെ സ്പർശിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിനിമ സഞ്ചരിക്കുന്നത് ഒരു നാടകക്കാരൻ്റെ കാഴ്ചകളിലൂടെ. ആ നാടകക്കാരൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു കോവിഡ് കാലത്ത് നിന്നുകൊണ്ടാണ്. ആ കോവിഡ് കാലത്ത് നിന്നുകൊണ്ട് ആ സിനിമയിൽ കാണുന്നത് വർഷങ്ങൾക്ക് പിന്നിലുള്ള അയാളുടെ ഒരു നാടകം വെച്ചുകൊണ്ടാണ്. അയാൾ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നാടകം ടോൾസ്റ്റോയെ കുറിച്ചുള്ള ജീവിതമാണ്. ഈ ടോൾസ്റ്റോയുടെ ജീവിതം ഇതുമായി കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദസ്തയേവ്സ്കിയുടെ അന്ന ഈ സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതെല്ലാം സിനിമയുടെ സസ്പെൻസാണ്. അപ്പോൾ ഈ അന്ന എന്ന് പറയുന്നൊരു കഥാപാത്രം പോലും എത്രയോ അന്നമാർ ഈ സിനിമയിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ആ സിനിമ കാണുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും വളരെ മനോഹരമായി അഭിനയിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഷൈലജ പി അമ്പു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ അടുത്ത് ഇപ്പോൾ പൊന്മാനിൽ കാണുന്ന ഷൈലജ വിദേശ ഫെസ്റ്റിവലിലൊക്കെ വരെ സിനിമയ്ക്ക് അവാർഡ് വാങ്ങിച്ചിട്ടുള്ളൊരു നാടക നടിയാണ്. ഷൈലജ ഇതിൻ്റെ അടുത്ത് വേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന മഞ്ജുശ്രീ നായരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജിങ്കാനയിൽ നെസ്ലിൻ്റെ അമ്മയാണ്. സിനിമ ചെയ്യുമ്പോൾ അവരൊന്നും ആ രീതിയിൽ എന്നവരല്ല. ഇതിൽ പ്രതാപൻ മരണമാസിലെ ബേസിലിൻ്റെ അച്ഛനാണ്. പക്ഷെ നിരവധി ഒരുപാട് സിനിമകൾ പ്രതാപൻ ഈ ബോർഡിലുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു കളക്റ്റീവ്, ഒരു കൂട്ടായ്മ സിനിമയിൽ സംഭവിക്കപ്പെടുക. ഇങ്ങനെയും സിനിമകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ കേരളത്തിലെ അവസ്ഥയിൽ നിന്നുകൊണ്ട് സിനിമ ചരിത്രത്തിൽ എടുക്കുമ്പോൾ ഇങ്ങനെ സിനിമ ഉണ്ടാകാം. പക്ഷെ ആ സിനിമക്ക് ഗൗരവം ഉണ്ടാകാം. ഇങ്ങനെ നമ്മളങ്ങനെ അല്ലാതെ കൂടുന്ന സിനിമകളുണ്ട്. ആ സിനിമ ഗൗരവമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ആ സിനിമകൾ ഈ സിനിമ ഇതിൽ വലിയ ആർട്ടിസ്റ്റുകളെ കാണുന്നില്ലെങ്കിൽ പോലും ഈ സിനിമയുടെ പാട്ടുകൾ ഞങ്ങൾ മനോരമയായിട്ട് സംസാരിക്കുമ്പോൾ മനോരമ ആ പാട്ട് ഏറ്റെടുക്കുകയും ആ പാട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു നടനെയും കാണിക്കാതെ ഈ സിനിമയിലെ ഒരു നാടകത്തെക്കുറിച്ചുള്ള പാട്ട് 1.5 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞു. ഇനിയും കാണും. ആ പാട്ട് എഴുതിയിരിക്കുന്ന വിജേഷ് എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു വലിയ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇവിടുത്തെ ക്യാമ്പസുകൾ മുഴുവൻ പാടുന്നതാണ്. പെരുത്ത ഭൂമിൻ്റെ ഉള്ളിൻ്റെ ഒരു ചെറിയ ഭൂമി ഉണ്ടെന്ന് പറയുന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ എന്ന് പാടുന്ന കുട്ടികളുണ്ട്. ക്യാമ്പസുകളുടെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഒക്കെ നിങ്ങൾ കേൾക്കുന്നത് ആ പാട്ടുകാരനോട് വന്ന് ഞങ്ങൾക്കൊരു പാട്ട് എഴുതിരിക്കുകയാണ്. ഇതിന് സംഗീതം ചെയ്തിരിക്കുന്നത് അല്ലിയാമ്പൽക്കടവിൽ അരക്ക് വെള്ളമൊക്കെ ചെയ്ത ജോബ് മാഷ്ടം മകൻ ഈ സിനിമയിൽ സംഗീത സംവിധായകനാണ്. ഇതിൽ ഇന്നത്തെ എല്ലാ സിനിമകളുടെയും ഇപ്പോൾ നമ്മൾ പറയില്ലേ, വലിയ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സിനിമകളുടെ എല്ലാം ത്രിൽസ് ചെയ്യുന്ന അഷ്റഫ് ഗുരുക്കളാണ് ഈ സിനിമയിൽ ഒരു ത്രില്ല് ചെയ്തിരിക്കുന്നത്. ഇതിൽ വളരെ മനോഹരമായി ഇതിൽ ഫൈറ്റ് ഉണ്ട്. ഈ സിനിമയിൽ നിങ്ങൾ ക്ലാസ്സാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടേണ്ട, ഈ സിനിമയിലും ഫൈറ്റ് ഉണ്ട്. ഈ സിനിമയും സാധാരണ ഇന്നത്തെ ന്യൂജൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവണതകൾ സിനിമ സംസാരിക്കുന്നുണ്ട്. ഈ സിനിമ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ സിനിമ ചിന്തിപ്പിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചരിത്രത്തിലൂടെ കടന്നു പോകാനും കഴിയും. അതാണ് ഈ സിനിമ.